ഇന്ന് ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട ദിവസമാണ് ഇന്ന്. പക്ഷെ ഒരു പറ്റം വിവരം കെട്ട വിവരദോഷികൾ തന്നെ പറയാം. മുഴുവനായിട്ടും ഇന്ന് പ്രതിക്കൂട്ടിൽ നിർത്തി ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഞങ്ങളെ മൺമറഞ്ഞു പോയ മുൻ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയും ദേശീയ പ്രസിഡന്റുമായ നരസിംഹറാവുവിനെ. എന്നാൽ പള്ളി പൊളിച്ച BJPക്കെതിരെ ഒരക്ഷരം മിണ്ടാൻ ഈ പറയുന്ന ഒരു പോങ്ങന്മാർ മുന്നോട്ട് വന്നിട്ടില്ല. ഇവരൊക്കെ പറഞ്ഞു വെക്കുന്നത് എന്താ? ബാബരി മസ്ജിദ് പൊളിച്ചത് നരസിംഹറാവു ആവൂലു. ഇവരെ വർത്താനം കേട്ടാ വിചാരിക്കൂ നരസിംഹറാവു പിക്കാസും കൊണ്ട് കുറച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെയും കൂട്ടിപ്പോയിട്ട് ആണ് ബാബരി മസ്ജിദ് പൊളിച്ചതെന്നാ. ആ ബാബരി മസ്ജിദ് ധ്വംസനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? കുലബന്ധം പോലും ഇല്ലാത്തൊരു കാര്യത്തിനകത്ത് കല്ല് വെച്ച നുണ, പച്ച കളവുകൾ, ഒട്ടും മടിയില്ലാതെ, ഉളുപ്പില്ലാതെ, നാണമില്ലാതെ സോഷ്യൽ മീഡിയയിലും പല വാട്സപ്പ് ഗ്രൂപ്പിലും ഇങ്ങനെ പ്രചരിപ്പിക്കുക. രാജ്യത്തിന്റെ ഒരു ഭരണഘടനാ സംവിധാനം അല്ലെങ്കിൽ രാജ്യത്തിന്റെ നിയമവാഴ്ച അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത കുറെ വിവരം കെട്ടവരായി ഇതിങ്ങനെ വിളിച്ച് പറയുന്നത്. അതിനകത്ത് കുറെ താടി വെച്ച, കുറെ തൊപ്പി വെച്ച കുറെ പോങ്ങന്മാരും ഇങ്ങനെ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്. ഏത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇത്ര കല്ല് വെച്ച നുണ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്? ബാബരി മസ്ജിദിന്റെ ധ്വംസനവുമായി വന്ന് കോൺഗ്രസിന് എന്ത് കുലബന്ധമുള്ളത്? അതാദ്യം നിങ്ങൾ പറയാം. ഇനി ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ കൊടുത്താൽ അത് കിട്ടുമല്ലോ. എന്നിട്ട് അതിന്റെ നാൾ വഴികളും ചരിത്രങ്ങളും എടുത്തൊന്ന് പരിശോധിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവത്തില്ലേ? പിന്നെ അന്നും ബാബരി മസ്ജിദ് പൊളിക്കുന്ന സമയത്ത് സെൻട്രൽ ഗവൺമെന്റ് കോൺഗ്രസിന്റേതാ, അതിന് തർക്കമൊന്നും ഞങ്ങൾ ആരും പറയുന്നില്ല. അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവുവും കൂടിയാ. പക്ഷെ സെൻട്രൽ ഗവൺമെന്റിന് സ്റ്റേറ്റിനകത്ത് നടക്കുന്ന വിഷയത്തിനകത്ത് ആ സ്റ്റേറ്റ് രേഖാമൂലം ആവശ്യപ്പെടാതെ സെൻട്രൽ ഗവൺമെന്റിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എനിക്കറിയില്ല. അങ്ങനെ ഒരു നിയമമുള്ള രാജ്യമാണ് ഇന്ത്യ രാജ്യം എന്നൊക്കെ. അങ്ങനെ സ്റ്റേറ്റിന്റെ അധികാരത്തിൽപ്പെട്ട എല്ലാ കാര്യത്തിലും കയറി അറ്റാക്ക് ചെയ്യാൻ പറ്റും എന്ന് സെൻട്രൽ ഗവൺമെന്റിന് ഉണ്ടെങ്കിൽ എന്ന് കേരളത്തിലെ ഗവൺമെന്റിനൊക്കെ പിരിച്ചുവിട്ടിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ നിയമവാഴ്ചയുള്ള ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് കല്ല് വെച്ചെന്നുള്ള പച്ചക്കളവുകൾ വിളിച്ചങ്ങ് പറയാ. എന്തിനും ഏതിനും കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കാനോ? കാരണം അതിന് തിരിച്ചു ചോദിക്കാനും തിരിച്ച് മറുപടി പറയാനും ആ പാർട്ടിക്കകത്ത് തദ്ദേശമുള്ള നേതാക്കന്മാർ ഇല്ലാത്തതായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ വളരെ ക്ലിയർ അല്ലേ കാര്യങ്ങൾ? ആ പള്ളി പൊളിക്കുന്ന ഘട്ടത്തില് സ്വാഭാവികമായിട്ട് രഥയാത്ര വരുന്നതിന് ശേഷമാണല്ലോ പള്ളി പൊളിക്കപ്പെടുന്നത്. രഥയാത്ര കൊണ്ടുവരുന്ന ഘട്ടത്തിൽ തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട്, മസ്ജിദിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശിലെ അഹ്ലാബാദ് കോടതിക്കകത്ത് കേസ് നടക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് കോടതി അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റിനോട് വളരെ ക്ലിയർ ആയിട്ട് തന്നെ 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ആ പള്ളി സംരക്ഷിക്കാൻ വേണ്ടി അന്നത്തെ BJP ഗവൺമെന്റ് ആണ് അവിടെ ഉത്തർപ്രദേശ് ഭരിക്കുന്നത്. സംരക്ഷിക്കാൻ പറ്റുമോ എന്ന് 3 പ്രാവശ്യം കൊടുത്തിട്ടും കൃത്യമായിട്ട് ഗവൺമെന്റ്, അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഞങ്ങളത് സംരക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വിട്ട് കൊടുത്താൽ പിന്നെ സെൻട്രൽ ഗവൺമെന്റിന് അതിനകത്ത് എങ്ങനെ ഇടപെടാൻ പറ്റുക? എന്നിട്ട് അതിനുശേഷം എന്ത് ചെയ്ത് കോടതിനെ അങ്ങനെ കബളിപ്പിച്ചുകൊണ്ട് ആ പള്ളി പൊളിക്കാൻ വന്നവരെ അറസ്റ്റ് ചെയ്യാനോ അതിന് തടയിടാനോ ആ സ്റ്റേറ്റ് ഗവൺമെന്റ് നിന്നില്ല എന്ന് മാത്രവുമല്ല, അവർക്ക് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തുകൊണ്ട് പള്ളി പൊളിച്ചു. ആ പള്ളി പൊളിച്ചതിന് ശേഷം സെൻട്രൽ ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്ന രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആ ഗവൺമെന്റിനെ സ്പോട്ടിൽ തന്നെ പിരിച്ചുവിട്ടിട്ടില്ലേ? എവിടെ ഇല്ലേ നരസിംഹറാവു? അങ്ങനെ നരസിംഹറാവു ആണ് ആ പള്ളി പൊളിക്കാൻ കൂട്ടുനിന്നത് അല്ലെങ്കിൽ പള്ളി പൊളിക്കാൻ ഒത്താശ ചെയ്ത് കൊടുത്തത് എന്നുണ്ടെങ്കിൽ അന്നത്തെ ആ സ്റ്റേറ്റ് ഗവൺമെന്റ് BJP ഗവൺമെന്റ് എന്തിനാണ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പിരിച്ചുവിട്ടത്? അതിനും കൂടി നിങ്ങൾ മറുപടി പറയണ്ടേ? അപ്പൊ ഇങ്ങനെ പച്ച കളവുകളും കല്ല് വെച്ച നുണയും മാത്രം പ്രചരിപ്പിക്കുന്ന ഈ വേട്ടാവളിയന്മാർ നിങ്ങൾ എന്തു ഉദ്ദേശത്തോടു കൂടിയാന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് അറിയാം. BJPന്റെ അടുക്കള പണിയെടുക്കുന്നവരാണ് നിങ്ങൾ. പിന്നെ കോൺഗ്രസിനെ രാഷ്ട്രീയം പഠിപ്പിക്കാനും കോൺഗ്രസിനെ RSS വൽക്കരിക്കാനും ഇവിടെ ആരും നിൽക്കുമൊന്നും വേണ്ട. ഇതൊക്കെ ഒരുപാട് കണ്ടും കേട്ടും എന്താ പറയുക, ഇതിനൊക്കെ പ്രതിരോധം തീർത്തിട്ടും തന്നെയാണ് മുന്നോട്ട് ഞങ്ങൾ വന്നത്. ഒരു മനുഷ്യനെ വേട്ടയാടുന്നതിന് കണക്കില്ലടോ. ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് ഇതുപോലെ വേട്ടയാടപ്പെട്ട ഒരു മനുഷ്യൻ കോൺഗ്രസിന്റെ ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒരു നേതാവ് ഉണ്ടാവത്തില്ല. അത്രമാത്രം വേട്ടയാടി നിങ്ങൾ അദ്ദേഹത്തെ. ഇപ്പോഴും അദ്ദേഹത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുക. ഉളുപ്പുണ്ടോന്നും ഞാൻ ചോദിക്കുന്നില്ല. കാരണം നിങ്ങൾക്കൊക്കെ പല ലക്ഷ്യങ്ങളും ഉണ്ടാവാം, പല കാഴ്ചപ്പാടുകളും പല ദുരുദ്ദേശങ്ങളും ഉണ്ടാവാം. പക്ഷെ അതിനകത്ത് നിങ്ങളൊക്കെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി കോൺഗ്രസിന്റെ വെടിയിലേക്കോ കോൺഗ്രസിന്റെ മൺമറഞ്ഞു പോയ നേതാക്കന്മാരുടെ വെടിയിലേക്കോ വെച്ചുകെട്ടാൻ നിങ്ങൾ ആരും ശ്രമിക്കേണ്ട. അത് മാത്രമല്ല, അതിനുശേഷം അതിന് നേതൃത്വം കൊടുത്തവരൊക്കെ മുഴുവനായിട്ട് കേസെടുത്തതും ഈ കോൺഗ്രസ് ഗവൺമെന്റ് തന്നെയായിരുന്നു. അതൊന്നും ആരും എവിടെയും പറയുന്നില്ല. ഇതുപോലെ പച്ചക്കളവുകൾ മാത്രം പ്രചരിപ്പിക്കുക. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഇത്തരം വിചാരങ്ങളൊക്കെയുള്ള കുറെ ഊളകളുണ്ടല്ലോ, കുറെ താടി വെച്ചവരൊക്കെ ഇപ്പം വന്നിട്ട് ഇങ്ങനെ ഛർദ്ദിക്കുന്നുണ്ടല്ലോ.
എന്നാൽ ആ കേസ് നടക്കുന്ന കാലഘട്ടത്തിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരൊറ്റ ഊളകൾ പോയിട്ട് അതിന് കക്ഷി ചേർന്നിട്ടുണ്ടോ? ആ കേസിനകത്ത് ചേർന്നിട്ടില്ലല്ലോ. അവസാനം കോടതിക്ക് വിധി പറയുമ്പോഴും പോലും അതിന് എതിർഭാഗം ഇല്ല എന്നതല്ലേ നമ്മളൊക്കെ ഈ രാജ്യം മുഴുവൻ കണ്ടത്. എന്നാൽ ഇത്ര വിചാരങ്ങളൊക്കെ ഉൾക്കൊണ്ട് 1000 വട്ടം അള്ളാഹുവിന് സുജൂദ് ചെയ്ത, അള്ളാഹുവിന് ശുക്ർ ചെയ്ത പള്ളിയിലൊക്കെ ഇങ്ങനെ ഘോരഘോരം പ്രസംഗിച്ച് ജനങ്ങളെ മനസ്സിനകത്തേക്ക് മറ്റേതെങ്കിലും കാര്യങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് എന്തെന്ന് കക്ഷി ചേരാൻ കഴിയാഞ്ഞത്? അതും കൂടി നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളോട് പറയണ്ടേ? അപ്പൊ ഇങ്ങനെ ദിവസവും കല്ല് വെച്ച നുണ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ രാജ്യത്തുള്ള മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന ജനങ്ങളങ്ങ് വിശ്വസിക്കുന്ന ഏതെങ്കിലും വട്ടാവളിയന്മാർ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മലർപ്പൊടിക്കാരന്റെ സ്വപ്ന. ഞാൻ ആവർത്തിച്ച് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുന്നു, ബാബരി മസ്ജിദ് ധ്വംസനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം കൊടുത്ത സെൻട്രൽ ഗവൺമെന്റിനോ ഒരു ബന്ധവുമില്ല. ആ പള്ളി പൊളിച്ചതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ആൾക്കെതിരെ കൃത്യമായി FIR ഇട്ടിട്ടുണ്ട്. അന്ന് ഭരിക്കുന്ന സ്റ്റേറ്റ് ഗവൺമെന്റായ കല്യാൺ സിംഗ് ഗവൺമെന്റ്, BJP ഗവൺമെന്റ് അന്ന് ഞങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് പിരിച്ചുവിട്ടിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഈ വേട്ടാവളിയന്മാർ പറയുന്ന കളവുമല്ല ഇവിടുത്തെ സത്യങ്ങൾ എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയണം എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ബാക്കി ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഞാൻ അടുത്ത ദിവസം ഒരു വീഡിയോയുമായി വരും എന്നും മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് നാഷണൽ കോൺഗ്രസ്. മൺമറഞ്ഞു പോയ ഇത്രമാത്രം വേട്ടയാടപ്പെട്ട ഒരു നേതാവ് ലോകത്തുണ്ടാവത്തില്ല. ആ മൺമറഞ്ഞു പോയ നേതാവിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ 1000 കണ്ണീർ പൂക്കൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് നാഷണൽ കോൺഗ്രസ്.